ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് മോന് നേരത്തെ സ്കൂളിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ അവനെ കൊണ്ടാക്കി വരുന്ന വരവാണ് ഇത്. അപ്പോൾ അവനെ കൊണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരുന്നു. അപ്പോൾ പുറത്ത് നല്ല വെയിൽ കണ്ടപ്പം ഒന്ന് വെയിലത്തേക്ക് വെക്കുക പാത്രങ്ങൾ എന്നൊക്കെ കരുതി എടുക്കുകയാണ്. ഞാൻ സാധാരണ പാത്രങ്ങൾ വെയിലത്ത് വെച്ചിട്ട് തന്നെയാണ് ഉണക്കാറുള്ളത്. ഇപ്പം മഴയായതുകൊണ്ട് പുറത്തേക്ക് വെക്കാറില്ല. മഴയാവുന്ന സമയത്ത് ഞാൻ വിറകടുപ്പിൻ്റെ ആ തിണ്ണയിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കുകയാണ് ചെയ്യുക. അപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അത് നല്ല ചൂടുണ്ടാവുമല്ലോ. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇന്നിപ്പം നല്ല വെയിൽ കണ്ടപ്പം പിന്നെ ഒന്ന് മുറ്റത്തേക്ക് വെച്ചതാണ്. പിന്നെ വേഗം കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മെഷീനിലിട്ടു. അപ്പോഴാണ് കറണ്ട് പോയ ഒരു അന്നേരമാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ തുണിയൊക്കെ പുറത്തേക്ക് എടുത്തു. ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നോക്കി വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കൃത്യസമയത്താണ് പോയത്. ഒരു 10 മണിയാകുമ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വരവ് കണക്കായിരിക്കും എന്നറിയാം. അതുകൊണ്ട് പിന്നെ എന്തായാലും കല്ലിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ കാത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് കല്ലിൽ വെച്ച് തിരുമ്പാന്ന് കരുതി. അപ്പോഴാണ് കോഴിക്കൂട്ടിൽ നിന്ന് കോഴി കരയുന്ന ഒച്ച കേട്ടത്. അപ്പം പിന്നെ അത് അവിടെ നോക്കിയപ്പോൾ കോഴി മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ വേഗം അത് സോപ്പ് പൊടിയല്ല, ഞാൻ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. സോപ്പ് പൊടിയൊന്നും എൻ്റെ കൈക്ക് പറ്റൂല, അലർജി ഉള്ളത് കാരണം. ലിക്വിഡാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. 5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് വാങ്ങിക്കുക. അത് മെഷീനിൽ ഉപയോഗിക്കാമല്ലോ. ഇത് നല്ലൊരു ലിക്വിഡാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു ഇതിൻ്റെ എസൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തന്നാൽ ഉണ്ടാക്കാൻ അറിയുമോ എന്നുള്ളത്. ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം തുണികളൊക്കെ ഒന്ന് പുതർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരുമ്പി എടുക്കാമല്ലോ. അതുകൊണ്ടൊന്ന് പുതർത്തി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞേരെയാണ് തിരുമ്പാൻ വേണ്ടി പോകുന്നത്. അപ്പോഴേക്കും ഇതാ മോൻ വന്നു. അപ്പോൾ അവൻ്റെ യൂണിഫോമും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് വൈറ്റുമാണ് ഇടേണ്ടത്. അപ്പം വൈറ്റ് നല്ല ചളി ഉണ്ടായിരിക്കും അവൻ വരുമ്പോഴേക്ക്. അവനാണെങ്കിൽ ഡാൻസിനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് വൈറ്റൊക്കെ കൂടെ ചുവപ്പായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുത്ത്. ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. അപ്പം പിന്നെ വേഗം ഒന്ന് കൊണ്ടുപോയി ആറിയിടാമെന്ന് കരുതി. ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ആറിയിടുന്നത്. ടെറസിൻ്റെ ഒരു ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ഭാഗം ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ പിന്നെ ഇന്നലെ തിരുമ്പിയത് ഉണങ്ങാത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് വെയിലത്തേക്ക് ഇടുകയാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് പോയി കുളിച്ചു വരുമ്പോഴേക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് അകത്തേക്ക് വെക്കുകയാണ്. അകത്തേക്ക് വെച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കോഴിയുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ ഡാൻസ് മുഴുവൻ എൻ്റെ പാത്രത്തിൻ്റെ മുകളിലായിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞേരം മോനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായപ്പം മോളാണെങ്കിൽ വന്നിട്ടുമില്ല. അപ്പം ഞാൻ കുറച്ച് നേരം പത്രമൊക്കെ ഒന്ന് നോക്കി വായിച്ചിരിക്കുകയായിരുന്നു. രാവിലെ ഒരു തവണ വായിച്ചതാണ്. പിന്നെ രാവിലത്തെ തിരക്കിൽ വായിക്കാൻ പറ്റാത്തത് ഈ സമയത്ത് ഒന്നും കൂടെ വായിക്കും. പിന്നെ വേഗം പോയി ചോറൊക്കെ തിന്നേ. അപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ വേഗം പോയിട്ട് തുണിയൊക്കെ എടുത്ത് വെച്ച് ആ സമയത്ത് എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഷീറ്റിൻ്റെ അടിയിലേക്ക് എല്ലാതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോഴേക്ക് ഇന്ന് നാളെ പൂവിടേണ്ട ദിവസമാണല്ലോ. അപ്പോൾ പൂത്തറ ഉണ്ടാക്കും ഞങ്ങളവിടേക്ക്. ആ തറയുടെ മുകളിലാണ് പൂവിടുക. അപ്പം കട്ട വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ മോള് കട്ടയായിട്ട് വരികയാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു 4-5 കട്ടയും കൂടെ വേണം. പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അതവിടെ വെച്ചേക്കൂ, നമുക്ക് ചക്രം വെച്ചിട്ടിടാമെന്ന് പറഞ്ഞിട്ട് ചക്രവും പൊക്കി പിടിച്ച് വരുന്ന വരവാണ് ഇത്. പിന്നെ അതിലേക്ക് ഇതിൻ്റെ അകത്ത് മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് പൂത്തറ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട മണ്ണൊക്കെ എടുക്കുകയാണ്. മണ്ണൊക്കെ കൂടെ ഇങ്ങനെ ഒരു കർമൂസ തൈയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് എടുക്കുകയാണ്. എളുപ്പപ്പണിക്ക് ചെയ്യാണ്. നല്ലോണം അമർത്തി കൊത്തണം അല്ലെങ്കിൽ. അതുകൊണ്ട് അവിടെ കൂട്ടിയിട്ട മണ്ണ് കുറച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ്. പിന്നെ എനിക്ക് മണ്ണൊക്കെ കുറച്ച് അലർജി ഉള്ളത് കാരണം മോളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അതൊക്കെ അടിച്ചമർത്തി അതിൻ്റെ മേലെയൊക്കെ മിനുസപ്പെടുത്തിയതും അവളും മോനും കൂടെ ചേർന്നിട്ടാണ്. പിന്നെ ചട്ടുകം വെച്ചിട്ട് ഞാനൊന്ന് ശരിയാക്കാമെന്ന് കരുതി. അപ്പോഴേക്ക് അവനും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ വക അടിയും ഇടിയൊക്കെ ആയി.
പിന്നെ കുറച്ചൊന്ന് അവനും കൂടെ ചെയ്തോട്ടെ എന്ന് കരുതി. അപ്പോൾ ഹസ്ബൻഡ് അപ്പം പോകാൻ വേണ്ടി നിൽക്കുകയാണ് പുറത്തേക്ക്. അപ്പം പറയുന്നുണ്ട് അവൻ്റെ കയ്യിൽ കൊടുക്കുക, അവനും കൂടെ ചെയ്തോട്ടെ, കുട്ടികളും കൂടെ പഠിക്കേണ്ടതല്ലേ ഇത്, ഇനി ഭാവി തലമുറയല്ലേ എന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ കുറച്ച് നേരം അവന് കൊടുത്തു, അവൻ ചെയ്യട്ടെ, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ അവൻ്റെ വക കുറച്ച് മിനുക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ അത് നമ്മൾ ബലം പിടിച്ച് വാങ്ങിയാൽ പിന്നെ ഭയങ്കര വാശിയും കാര്യമൊക്കെയാണ്. അപ്പോൾ പിന്നെ അവൻ്റെ കുറച്ച് നേരം അവൻ്റെ കളിക്കൊക്കെ നിന്ന്. അപ്പോഴേക്കും മഴക്കാർ എത്തിയിട്ടുണ്ട്. അപ്പം വേഗം ചെയ്യാൻ വേണ്ടി പറഞ്ഞ് മോളാണ് ചെയ്യുന്നത്. അപ്പം ഇനി അവൾക്കും എന്തെങ്കിലും മണ്ണ് പറ്റിയിട്ട് പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവളും കവറിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ മഴ അങ്ങോട്ട് തിമിർത്ത് പെയ്തു. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പൂത്തിരയുടെ പണിയൊക്കെ അവിടെ വെച്ചിട്ട് ഒരു ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.